ദൈവീക കോടതിക്ക് മുന്നിൽ മാനവരെല്ലാം ഒത്തുചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുകയാണ്. യാതൊരു അക്രമവും അനീതിയുമില്ലാത്ത വിധത്തിൽ അടിമയുടെ സകലമാന കർമ്മങ്ങളും അല്ലാഹു അവിടെ എടുത്തുദ്ധരിച്ച് അവനെ ബോധ്യപ്പെടുത്തി ആ വിചാരണയ്ക്ക് ശേഷം അവൻ അർഹമായത് നൽകുകയാ. ദുന്യാവിൽ കളവും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിലും ചില കുറ്റവാളികൾ കള്ളത്തരങ്ങൾ പറയാനൊരുങ്ങുമ്പോ, അസത്യം അവിടെ അള്ളാന്റെ മുന്നിൽ പറയാനൊരുങ്ങുമ്പോ അവന്റെ കാര്യത്തിൽ സാക്ഷി മൊഴികൾ വരികയാണ്. അവന്റെ കാര്യത്തിൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികൾ അവിടെ മൊഴി കൊടുക്കാൻ വരികയാണ്. ഏതൊക്കെയാണ് സാക്ഷികൾ? പ്രധാനപ്പെട്ട സാക്ഷി നമ്മുടെയൊക്കെ അവയവങ്ങൾ തന്നെയാണ്. നമ്മുടെ അവയവങ്ങൾ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, കഴിഞ്ഞയാഴ്ച ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ചില ഭാഗം നിങ്ങൾ കേട്ടു. എത്ര ഭാഗത്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്തമു അലാ ഫീ. കളവ് പറയാൻ നാവ് പൊക്കുന്ന മനുഷ്യന്റെ വായ അല്ലാഹു തുന്നിക്കൂട്ടിയിട്ട് സീല് വെക്കും. വയുഖാലു ലിഫഖ്ദിഹി വലഹ്മിഹി വഇളാമിഹി അൻതിഖി. അവന്റെ കാലിനോട്, തുടയോട്, അവന്റെ ശരീരത്തിലെ മാംസത്തോട്, അവന്റെ അസ്ഥിയോട് പറയപ്പെടും അൻതിഖി, പറയൂ പറയൂ. فَتَنْتِقُ فَخْذُهُ وَلَحْمُهُ وَعِظَامُهُ بِعَمَلِهِ قَالَ رسول الله. ആ സമയത്ത് ആജ്ഞ വരുമ്പോ, ഉത്തരവ് വരുമ്പോ അവന്റെ കാല് സംസാരിക്കുകയാണ്, അവന്റെ മാംസമൊക്കെ സംസാരിക്കുകയാണ്, മാംസത്തിനകത്തുള്ള അസ്ഥി വരെ സംസാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഈ ആശയം ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച സൂറത്ത് യാസീനിന്റെ ഭാഗം നിങ്ങൾ കേട്ടതാ. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു വിശദമായി പറയുന്നുണ്ട്. 19 മുതൽ 23 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു ഇതാണ് വരച്ചു കാട്ടുന്നത്. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بِمَا كَانُوا يَعْمَلُونَ وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. എന്താണ് പറയുന്നത്? وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ. അല്ലാഹുവിനെ വെല്ലുവിളിച്ച്, ഫറോവ നാവുകൊണ്ട് വെല്ലുവിളിച്ചതുപോലെ നാവുകൊണ്ട് അത്യുച്ചത്തിൽ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിലും നിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട്, നിന്റെ സ്ഥാനത്തിന്റെ അധികാരത്തിന്റെ കരുത്തുകൊണ്ട്, നിന്റെ അവസ്ഥയുടെ നാവ് മുഖേന നീ അല്ലാഹുവിനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലാഹുവിന്റെ ശത്രു തന്നെ. പടച്ചവൻ പറഞ്ഞ വഴിക്ക് വരാതെ നിന്റെ ഈ സ്ഥാനവും പദവിയും നിന്റെ പണവും കരുത്തൊക്കെ വെച്ചിട്ട് റബ്ബിന്റെ നിയമങ്ങളെ നീ പുച്ഛിച്ചാൽ നീ റബ്ബിന്റെ ശത്രു തന്നെ, അല്ലാഹുവിന്റെ ബദ്ധവൈരി തന്നെ. അതിന് ഫിറഔനെ പോലെ പച്ചക്ക് പറഞ്ഞുകൊള്ളണമെന്നില്ല. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ.
അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന വേളയിൽ, ആ ദിവസത്തിൽ എന്താണ് ആ ദിനത്തിന്റെ ഭയാനക രംഗമെന്ന് മുത്തുനബിയെ അങ്ങ് മാനവർക്ക് ഓതിക്കൊടുക്കുക. എന്റെ വചനങ്ങൾ അങ്ങവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക തമ്പുരാന്റെ ഉത്തരവാണ്. അള്ളാന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ആ ദിവസം ഓർക്കണം, ചിന്തിക്കണം. فهم يوزعون حتى إذا ما جاءوها. കൂട്ടം കൂട്ടമായി റബ്ബിന്റെ ശത്രുക്കളെ ഒരു ബാനറിന്റെ കീഴിൽ, ഒരു കൊടിക്ക് കീഴിൽ റബ്ബിന്റെ ദീനിന്റെ പ്രഭ കെടുത്തിക്കളയാൻ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളെ തള്ളിപ്പറയാൻ നോട്ടീസ് ഒട്ടിച്ച് നടന്നവൻ, ബാനർ കെട്ടി സംഘടന നയിച്ചവൻ കൂട്ടം കൂട്ടമായി തന്നെ നരകത്തിലേക്ക് തെളിക്കപ്പെടും. അവർ നരകത്തിന്റെ ചാരത്തെത്തുമ്പോ നരകപ്രവേശനത്തിനുള്ള സാധ്യതകളെല്ലാം തെളിയുമ്പോൾ, ശഹീദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവരുടെ കണ്ണുകളും കാതുകളും ചർമ്മങ്ങളും അവരുടെ ദുശ്ചെയ്തികളെ കുറിച്ച് സാക്ഷി പറയും. അവരുടെ കണ്ണും കാതും ചർമ്മവും തൊലികളും അവരുടെ ദുശ്ചെയ്തികളെ കുറിച്ച് സാക്ഷി പറയും. ആ സമയത്ത് റബ്ബ് തന്നെ പറയുന്നു, വഖാലൂ ലിജുലൂദിഹിം. ആ അക്രമികൾ സ്വന്തം ചർമ്മത്തോട്, തൊലിയോട്, മാംസത്തോടൊക്കെ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ ഇവിടെ വെച്ച് നിങ്ങൾ സാക്ഷി പറഞ്ഞത്? നിങ്ങൾ എന്റെ ഭാഗം തന്നെയല്ലേ? തൊലി നീ എന്റെ ഭാഗമല്ലേ? എന്നിട്ട് എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും സംസാരശേഷി കൊടുത്ത നാഥൻ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നാവ് ഒരു മാംസപിണ്ഡമാ, അതിന് സംസാര വൈഭവം, സംസാരത്തിന് ശേഷി കൊടുത്ത റബ്ബ് ഞങ്ങളെ കൊണ്ട് അങ്ങ് സംസാരിപ്പിച്ചു. ഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. ആദ്യഘട്ടം നിങ്ങളെ പടച്ചവൻ അവനാണ്. ആദ്യം നിങ്ങളെ പടച്ചവൻ അവനാണ്. എന്നിട്ട് നിങ്ങൾ മരിച്ച് മണ്ണിനോട് ചേരും. സുമ്മ ഇലൈഹി തുർജഊൻ. ശേഷം മടക്കപ്പെടുന്നതും അവനിലേക്കു തന്നെയാണ്. ഈ രംഗം പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم. നിങ്ങൾ രഹസ്യമായി മറച്ചുവെച്ച് ആരാരും കാണാതെ ഗോപ്യമായി തെമ്മാടിത്തരങ്ങൾ ചെയ്ത നേരത്ത് നിങ്ങൾക്കൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊരു ധാരണയെ ഉണ്ടായിരുന്നില്ല. അയ്യശ്ഹദ അലൈക്കും സംഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. ഒരു നാൾ എന്റെ കാത്, ഒരു നാൾ എന്റെ വായ, ഒരു നാൾ എന്റെ കണ്ണ്, ഒരു നാൾ എന്റെ ശരീരത്തിലെ തൊലികൾ എനിക്കെതിരെ, ഈ പ്രവർത്തനങ്ങൾക്കെതിരെ സാക്ഷിമൊഴി കൊടുക്കുമെന്ന ബോധം, ആ ഒരു അറിവ്, ആ ഒരു വിചാരമേ ദുന്യാവിൽ മനുഷ്യന്മാരെ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. അള്ളാഹു പറയാൻ, ഇപ്പൊ ഞാനും നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു അല്ലേ? ഇത് ചെയ്യുമ്പോ ഞാൻ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലും കയ്യും ശരീരത്തിലെ മാംസപേശികളും ശരീരത്തിലെ ചർമ്മങ്ങളുമെല്ലാം നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന ഉറച്ച അറിവ് നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ തെറ്റ് പിന്നെ ചെയ്യാൻ കഴിയൂലല്ലോ. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم.
രഹസ്യമായി പാപങ്ങൾ ചെയ്തപ്പോൾ തങ്ങളുടെ കണ്ണും കാതും ചർമ്മവും തങ്ങൾക്കെതിരെ സാക്ഷി പറയും നാളെ എന്ന ബോധം ഒരു കുട്ടിക്കും ഉണ്ടായിരുന്നില്ല. ذَلِكُمْ ظَنُّكُمْ وَذَلِكُمْ ظَنُّكُمُ الَّذِي ظَنَنْتُمْ بِرَبِّكُمْ أَرْدَاكُمْ وَلَكِنْ ظَنَنْتُمْ أَنَّ اللَّهَ لَا يَعْلَمُ كَثِيرًا مِمَّا تَعْمَلُونَ. നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ധാരണ എന്താ? പ്രവർത്തനങ്ങളിലധികവും അള്ളാഹു അറിയുന്നേയില്ല എന്നാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. നിസ്കരിക്കുന്നത് അള്ളാഹ് അറിയും, നോമ്പ് പിടിക്കുന്നതും അള്ളാഹ് അറിയും, സ്വകാര്യമായി പലിശ കൊടുത്തതോ അള്ളാഹ് അങ്ങോട്ട് അറിഞ്ഞാലും കണ്ണടക്കും അല്ലേ? അള്ളാഹ് പറയാണ്, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. 90% കർമ്മൊന്നും അള്ളാഹ് നോക്കൂല്ല, അറിയൂല്ല. ഇതാണ് മുസ്ലിമീങ്ങളായ ആളുകളുടെ തന്നെ ധാരണ. ذَلِكُمْ وَذَلِكُمْ ظَنُّكُمُ الَّذِي ظَنَنْتُمْ بِرَبِّكُمْ أَرْدَاكُمْ فَأَصْبَحْتُمْ مِنَ الْخَاسِرِينَ. ജീവിതം അമ്പേ പരാജയപ്പെടുന്നതെന്തുകൊണ്ടാ? നരകക്കുഴിയിൽ വീഴുന്നതെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ ശത്രുവായി മാറുന്നതെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിങ്ങളുടെ ഈ ധാരണ തന്നെ. നിങ്ങളുടെ ഈ ധാരണ ഏത് ധാരണ? അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. അള്ളാഹ് എന്റെ എല്ലാ പ്രവർത്തനമൊന്നും അറിയൂല, ഇനി അറിയാണെങ്കിൽ തന്നെ അങ്ങ് നോക്കൂല്ല, അത് ശ്രദ്ധിക്കൂല്ല, രേഖപ്പെടുത്തൂല്ല എന്ന നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. ഇതാണ് നിങ്ങളെ തകർത്തത്, ഇതാണ് നിങ്ങളെ പരാജിതരാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടൊക്കെ സാക്ഷി പറയാം. വിചാരണയിലെ മറ്റൊരു യാഥാർത്ഥ്യം, ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, നമ്മുടെ ഈമാൻ ഉറക്കണ്ടേ? റമളാനിൽ പട്ടിണി നന്നായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഊർജവും ആവേശവും ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയണം. സ്വർഗത്തെക്കുറിച്ച് അറിയുമ്പോഴല്ലേ ആശ വരുള്ളൂ. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോഴല്ലേ നന്നാകണം എന്ന ചിന്ത വരുള്ളൂ. അള്ളാന്റെ വിചാരണയുടെ ഗൗരവവും കാഠിന്യവും മനസ്സിലാകുമ്പോഴല്ലേ പരമാവധി നന്നായി ജീവിക്കണമെന്ന ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലേ? വിചാരണയിലെ മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബും അതുപോലെ തന്നെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനും. കർമ്മരേഖയും തുലാസും, ഇത് സത്യം. മനുഷ്യൻ കാണുമ്പോ അത്ഭുത പരതന്ത്രനായി അള്ളാന്റെ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് അവന്റെ കയ്യിൽ ലഭിച്ച കർമ്മരേഖ നോക്കിയിട്ട് അവൻ അത്ഭുതം കൂറി പറയുന്നത് പോലും ഖുർആൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഇന്ന് നാം ഓതിയ സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വവുളിഅൽ കിതാബ് ലേ ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. എന്താണത്? വവുളിഅൽ കിതാബ്, മനുഷ്യരുടെ മുമ്പാകെ അവന്റെ തന്നെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ, അവന്റെ കർമ്മരേഖ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, കുറ്റവാളികളായ ആളുകൾ ആ കിതാബിലുള്ളത് കാണുമ്പോ പേടിച്ചു വിറച്ചു പോകും നബിയേ. കുറ്റവാളികളായ ആളുകൾക്ക് നരകത്തിലെത്തണ്ട, അവരുടെ കർമ്മരേഖ കാണുമ്പോൾ അതിലുള്ളത് അവർ വായിച്ചു നോക്കുമ്പോൾ അവർ ഭയന്ന് വിറച്ച് തളർന്നിരിക്കും. വയഖൂലൂന, അവർ അത്യുച്ചത്തിൽ പറയും, യാ വൈലതനാ, ഹാ കഷ്ടമേ, ഓ നാശമേ,
മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു റിക്കാർഡാണ്, ഇതെന്തൊരു രേഖയാണ്, ഇതെന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വലിയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഹജ്ജിന് പോയതുണ്ട്, ഞാൻ കല്യാണം കഴിച്ചതുണ്ട്, അങ്ങനെ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളുണ്ട്. എന്നാലോ ഞാൻ പെരുമ്പാവൂർ ടൗണിലിറങ്ങിയിട്ട് വലത് വശത്തേക്കൊരിക്ക തുപ്പിയത് മറന്ന് തുപ്പിയ കറാഹത്ത് പോലും, ചെറിയ കാര്യം പോലും ഈ കിതാബിലുണ്ടല്ലോ. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു രേഖയാണ്, ഇതെന്തൊരു കിതാബാണ്. وَوَجَدُوا مَا عَمِلُوا حَاضِرًا. അവരുടെ കർമ്മങ്ങളെല്ലാം ദുനിയാവിൽ വെച്ചവർ ചെയ്തു കൂട്ടിയ സകലമാന കൃത്യങ്ങളും അവിടെ അങ്ങ് പച്ചക്ക് പ്രകടമായി കാണും, ഹാജരാകും. വലാ യളിമു റബ്ബുക അഹദാ. നിങ്ങളുടെ നാഥൻ അന്ന് ഒരാളെയും ആക്രമിക്കുകയേ ഇല്ല. ചെയ്തികൾക്കനുസരിച്ചാ തരുള്ളൂ, പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അവിടെ ഫലം. അല്ലാഹു ഒരാളെയും ആക്രമിക്കൂല. സൂറത്ത് ജാസിയയിൽ പറയുന്നുണ്ടല്ലോ, നബിയെ, അങ്ങയുടെ ഉമ്മത്ത് മാത്രമല്ല ഗതകാല സമൂഹങ്ങളൊക്കെ, നിങ്ങളുടെ മുൻഗാമികൾ സകല സമുദായങ്ങളും മുട്ടുകുത്തി നിൽക്കുന്ന ദിവസം. ജാസിയ, ആ അധ്യായത്തിന്റെ പേരെന്നെ ജാസിയ എന്ന്. എല്ലാ സമുദായത്തെയും മുട്ടുകുത്തി നിൽക്കുന്നത് കാണാം. ഇത് ചർച്ചിലെ പ്രാർത്ഥനക്ക് നിൽക്കുന്ന മുട്ടുകുത്തലല്ല കേട്ടോ. രണ്ട് കാലിൽ കരുത്തോട് നിൽക്കാൻ പറ്റാതെ തളർന്ന് മുട്ടുകുത്തി റബ്ബിന്റെ മുന്നിൽ നിൽക്കുക. എല്ലാ സമുദായവും വിളിക്കപ്പെടും, ഓരോ ജനതയും വിളിക്കപ്പെടും. ഇലാ കിതാബിഹാ, വിളിക്കപ്പെട്ടിട്ടോ സജ്ജനങ്ങൾക്കത് വലത് കൈയിൽ കൊടുക്കുന്നതും ദുർജനങ്ങൾക്ക് ഇടത് കൈയിൽ പിറകു വശത്തുകൂടി കൊടുക്കുന്നത് പോലും അല്ലാഹു പറഞ്ഞു. ഇടത് കൈയിൽ കൊടുക്കുന്നവർക്ക് നേരെ ഫ്രണ്ടിലൂടെ കൊടുക്കൂല, പിറകിലൂടെ ഇടത് കൈയിൽ കൊടുക്കും. فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا وَيَنْقَلِبُ إِلَى أَهْلِهِ مَسْرُورًا. ഇൻശിഖാഖ് അല്ലാഹു പറഞ്ഞു, فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ, കർമ്മപുസ്തകം, അവന്റെ അമലുകൾ രേഖപ്പെടുത്തിയ പുസ്തകം വലത് കൈയിൽ ആർക്ക് കിട്ടിയോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ആ മനുഷ്യന് കനത്ത വിചാരണ ഇല്ല, ലഘുവായ വിചാരണ. നേരെ പോ സ്വർഗത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവന്റെ ഭാര്യാ സന്താനങ്ങളിലേക്ക്, അവന്റെ രക്തബന്ധുക്കളിലേക്ക്, അവന്റെ സ്വന്തക്കാരിലേക്ക്, അവന് സ്വർഗത്തിലേക്ക് അവരോടൊന്നിച്ചു പോകാം. അതെങ്ങനെയാ? ഇൻഷാ അല്ലാഹ് ശഫാഅത്ത് എന്ന് പറഞ്ഞ വിഷയം വരുന്നുണ്ട്. ഈ നോമ്പിൽ നമുക്ക് മുഖ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയത. ഒരുപാട് അബദ്ധങ്ങൾ ശഫാഅത്ത് എന്നതിനെ കുറിച്ച്, ആ വിശ്വാസത്തെ കുറിച്ച് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ കൗമിൽ തന്നെ ഉണ്ട്. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയാണ്, അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് അതിന് അനുവാദമുണ്ട്, അതിന് പെർമിഷൻ കിട്ടും. തൗഹീദിന്റെ വക്താക്കൾക്ക്, പൂർണ്ണ തൗഹീദിന്റെ വക്താക്കൾക്ക്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത നന്മകൾക്ക് മുൻതൂക്കമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ശഫാഅത്ത് കിട്ടുള്ളൂ. ഈ ആളുകൾക്ക് എന്തിനാ ശഫാഅത്ത്? ഞാൻ പൂർണ്ണ മുഅ്മിനാണ്, നന്മകൾ എമ്പാടും ചെയ്തിട്ടുണ്ട്, നന്മ തുന്മ തൂക്കി നോക്കിയപ്പോ നന്മക്ക് മുൻതൂക്കമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കേ ശഫാഅത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും ശഫാഅത്ത് കിട്ടൂല. ഇങ്ങനെയുള്ള ആൾക്ക് എന്തിനാ ശഫാഅത്ത്? എന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾ, നരക പ്രവേശനത്തിന് അർഹരായ ആളുകൾ, അവർക്കാ ശഫാഅത്ത്. ഒരു വിഷയമാണ്. നോമ്പ് ശഫാഅത്ത് ചെയ്യും അല്ലേ? നോമ്പ് ശുപാർശ ചെയ്യും. അമലുകൾ ഒരുപാട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഖുർആൻ ശുപാർശ ചെയ്യും, ഖുർആൻ ശഫാഅത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നല്ല. വലത് കൈയിൽ ലഭിക്കുന്ന ആളുകൾ, അവർ തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം കുടുംബത്തിലേക്ക് അവർ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ അവർ കഴിയും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, ആ
മനുഷ്യന്റെ അഹ്ലിലേക്ക് ആ ആൾ മടങ്ങും. സ്വർഗത്തിൽ ആ അഹ്ലുണ്ടാകും. ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ അള്ളാഹിനോട് റെക്കമെൻഡ് ചോദിച്ച് കൊണ്ടുപോകാൻ അവര് പാസ് മാർക്കിന് യോഗ്യതയുള്ളവരാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റവാളികളാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലെ ഒരാള്, ഒരു ഹാഫിൽ എത്ര പേർക്കാ, ഒരു കുടുംബത്തിലെ എത്ര പേർക്കാ ശഫാഅത്ത് ചെയ്യാ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അഞ്ചല്ല, 7 എന്ന് അഭിപ്രായമുണ്ട്. അതിലധികം അഭിപ്രായമുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ فَسَوْفَ يَدْعُو ثُبُورًا وَيَصْلَى سَعِيرًا إِنَّهُ كَانَ فِي أَهْلِهِ مَسْرُورًا إِنَّهُ ظَنَّ أَن لَّن يَحُورَ بَلَى إِنَّ رَبَّهُ كَانَ بِهِ بَصِيرًا. ഇപ്പൊ വലത് കൈയിൽ കിട്ടുന്നവൻ ഇതാണ് അവസ്ഥ. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ലഹരി, കർമ്മപുസ്തകം പിറകിലൂടെ ഇടത് കൈയിൽ കിട്ടുന്ന പാർട്ടി, ഫസൗഫ യദ്ഉ സുബൂറാ, ആ കിതാബ് കിട്ടുമ്പോഴേക്ക് അവർ നിലവിളിച്ചു തുടങ്ങും, ആർ തട്ടഹസിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ നാട്ടിൽ നിഗളിച്ച് നടത്തിയിരുന്നു. സന്തോഷാധിക്യത്താൽ, പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തോടെ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ സ്വകുടുംബത്തിൽ നിഗളിച്ച് ജീവിക്കുകയായിരുന്നു. എന്നിട്ടോ അവന്റെ ധാരണ അല്ലൻ യഹൂറ, തിരിച്ചൊരു പോക്കില്ല എന്നായിരുന്നു അവന്റെ ധാരണ. അങ്ങനെ ഉസ്താദുമാര് വഅള് പറയുകയും ദീനിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും അവന്റെ ചെവിയിലൂടെ കേട്ടു എന്നല്ലാണ്ട് അവന്റെ ഖൽബിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞാല് കർമ്മപുസ്തകം കിട്ടിയാല് പിന്നെന്താ സംഭവിക്കുന്നത്? ഇത് തൂക്കുകയാണ്. എന്തിനാ ഇത് തൂക്കുന്നത്? ഇതെങ്ങനെ തൂക്കുന്നത്? എന്തിനാ തൂക്കുന്നത്? ഇതൊക്കെ പഠിക്കണ്ട നമ്മള്. എങ്ങനെയാ തൂക്കുക? നമ്മുടെ ഈ ഒച്ച എങ്ങനെയാ തൂക്കുക അല്ലെ? നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ അളന്നു നോക്കുക അല്ലെ? നമ്മുടെ വാക്കുകൾ എങ്ങനെ അളന്നു നോക്കുക? ഇതൊന്നും ഇന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഇന്ന് നാം അളന്നു നോക്കുന്നു, ബ്ലഡ് പ്രഷർ നാം അളന്നു നോക്കുന്നു, ഹൃദയ ചലനം ഇന്ന് നാം അളന്നു നോക്കുന്നു. ഇതൊന്നും പൂർവീക മനുഷ്യർക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നാം പുരോഗതി പ്രാപിച്ചപ്പോ ഇന്ന് അക്ഷരങ്ങളും ശബ്ദങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മൾ അളക്കാൻ തുടങ്ങി അല്ലേ? കമ്പ്യൂട്ടർ ലാംഗ്വേജില് കിലോബൈറ്റ് അല്ലേ, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ഇതൊക്കെ അളവാ. ഒച്ചക്കളവുണ്ട്, അക്ഷരങ്ങൾക്ക് അളവുണ്ട്, ചിത്രത്തിന് അളവുണ്ട്. നമ്മൾ ഇന്ന് അളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ്. എന്തിനാ പടച്ചോ അളന്നു നോക്കുന്നത്? 5 കിലോ പോത്തിറച്ചി മേടിക്കാൻ പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തൂക്കണം, കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൂക്കണം. നമ്മളെ അമലുകൾ എന്തിനാ തൂക്കുന്നത്? അള്ളാഹുവിന് ഇത് തൂക്കി നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹ്ക്ക് തൂക്കി നോക്കേണ്ട കാര്യമില്ല. പിന്നെന്തിനാ അള്ളാഹു അത് തൂക്കുന്നത്? തൂക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞത് നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും വാക്കും പ്രവൃത്തിയും ഒക്കെ അളക്കുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്തിനാ? അതിൽ ചില യുക്തികളുണ്ട്. മനുഷ്യന്മാര് 3 തരാണല്ലോ അല്ലെ? ഫിർഖത്തുൻ ലൈസ ലഹും ഹസനത്തുൻ, ഒരു നന്മയില്ലാത്ത പൂർണ്ണരായ കുറ്റവാളികൾ, ഒരു നന്മയില്ല. ഫയഖ്റുജു ഉനുഖുൻ അസ്വദു മിനന്നാർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നരകത്തിൽ നിന്നൊരു പാമ്പിന്റെ തല പോലത്തെ ഒരു പിരടി, ഒരു കഴുത്തിങ്ങനെ കറുത്ത കളറിലുള്ള ഒരു കഴുത്ത് നരകത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങും. ഫയുൽഖിതുഹും ലഖ്തത്തൈരി അൽ ഹബ്ബ, ഹദീസിൽ കാണാം ഈ ഒരു കഴുത്ത്, ഈ തേറ്റ, ഇത് നരകത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഫയൽഖതുഹും, ഈ വിഭാഗത്തെ, ഒരു നന്മയുമില്ലാത്ത വിഭാഗത്തെ അങ്ങ് കൊത്തിയെടുക്കും. എങ്ങനെ? ലഖ്തത്തൈരി അൽ ഹബ്ബ, ഒരു പ്രാവ് ധാന്യമണി കൊത്തിയെടുക്കുന്നത് പോലെ, ഒരു കോഴി അതിന്റെ ഇര കൊത്തിയെടുക്കുന്നത് പോലെ, പക്ഷി അതിന്റെ ഭക്ഷണം കൊത്തുന്നത് പോലെ ഈ
തേറ്റ, ഇതിന്റെ ഈ ഉണുക്ക് ഇതിങ്ങനെ നരകത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഈ വിഭാഗത്തെ അങ്ങ് കുത്തിയെടുക്കും. ഫയുൽഖീഹിം ഫിന്നാർ, നേരെ തിരിഞ്ഞിട്ട് ഫയുൽഖീഹിം ഫിന്നാർ, നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയി ഇടും. ഇവരാണ് ശാശ്വത നരകവാസികളായ ആളുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വേറെ ഒരു ഗ്രൂപ്പ് ലാ സയ്യിഅത ലഹും വഫിർഖത്തുൻ ലാ സയ്യിഅത ലഹും, ഒരു പാപമില്ലാത്ത മനുഷ്യന്മാര്. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമോ? വഫിർഖത്തുൻ ലാ സയ്യിഅത ലഹും, ഒരു പാപവുമില്ലാത്ത ആളുകൾ. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടാകും. നമുക്കങ്ങനെ ആകാമല്ലോ. അതിനുള്ള ചാൻസ് ആണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എങ്ങനെയാ ഒരു പാപവും ഇല്ലാതെ മരിച്ചു പോകാൻ പറ്റുക? തൗബയിലൂടെ. തൗബ ചെയ്തവൻ അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബ ലഹു, പാപത്തിൽ പശ്ചാത്തപിച്ചവൻ കുറ്റം ചെയ്യാത്തവനെ പോലെ. അങ്ങനെ ഒരു കുറ്റം ഇല്ല. അവന്റെ കർമ്മരേഖയിൽ നിന്ന് അത് മാച്ച് കളഞ്ഞു, അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു കുറ്റമില്ലാത്ത ആളുകൾ. ഇവരാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം. മൂന്നാമതൊരു വിഭാഗം അവിടെ ബാക്കിയാകും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടും, രണ്ടാമത്തെ ഒരു വിചാരണ ഇല്ലാതെ പോകും, സ്വർഗത്തിൽ പോകും. മൂന്നാമത്തത് മൂന്നാം ഗ്രൂപ്പ് അവരാരാ? വഹുമുൽ അക്സറൂൻ, മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ മൂന്നാം ഗ്രൂപ്പുകാരാണ്. ഭൂരിഭാഗവും ഈ മൂന്നാമത്തെ ഐറ്റംസ് ആണ്. ഖലതു അമലൻ സ്വാലിഹാ വആഖറ സയ്യിആ, നന്മ തിന്മകൾ കലർന്ന് ജീവിച്ചവർ, നന്മയും തിന്മയും ജീവിതത്തിൽ ഉണ്ടായവർ. ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ വഖദ് യഖ്ഫാ അലൈഹിം, അവർക്ക് അവരുടെ കാര്യം നിഗൂഢായിരിക്കും. അവർക്ക് അവരുടെ കാര്യം നിഗൂഢമായിരിക്കും. ഞാൻ എങ്ങോട്ടാ പോവുക പടച്ചോനെ? എന്റെ അവസ്ഥ എന്തായിരിക്കും? നരകപ്പാർട്ടി പെട്ടെന്നാണ് പോകും, സ്വർഗപ്പാർട്ടി പെട്ടെന്ന് പോകും. ഇവർ വഖദ് യഖ്ഫാ അലൈഹിം, അവ്യക്തമായിട്ട് നട്ടം തിരിയും. വലാ യഖ്ഫാ അലല്ലാഹി തആല, അല്ലാഹുവിന് ഇവരുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. എല്ലാം അവന് വസ്തുനിഷ്ഠമായി അറിയാൻ സാധിക്കും. തൂക്കേണ്ട കാര്യവുമില്ല. പിന്നെന്തിനാ അല്ലാഹു തൂക്കുന്നത്? പരിശുദ്ധ ദീൻ പറഞ്ഞു, ലിയുബയ്യിന ഫളഹു ഇൻദൽ അഫ്വി വഅദ്ലഹു ഇൻദൽ ഇഖാബി. അല്ലാഹു ഒരുപാട് കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കും. തൗബ ചെയ്യാതെ മരിച്ചുപോയവർ തന്നെ ഒരുപാട് കുറ്റവാളികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കും, അല്ലേ? യാതൊരു ഡിമാൻഡും ഇല്ലാതെ അല്ലാഹു ഒന്നടങ്കം പുറത്തു കൊടുക്കും. ഇങ്ങനെ പുറത്തു കൊടുക്കുമ്പോ, അളന്ന് തൂക്കിയതിനു ശേഷം പൊറുക്കുമ്പോൾ, ലിയുബയ്യിന ഫളഹു ഇൻദൽ അഫ്വി, അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ വ്യാപ്തി ഈ കുറ്റവാളിക്ക് ബോധ്യപ്പെടും. ഇത്രമാത്രം തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടും എന്റെ നാഥൻ എന്നോട് കരുണ കാണിച്ചല്ലോ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അല്ലാഹു പൊറുക്കുന്നില്ല. ഈ കുറ്റത്തിനുള്ള ശിക്ഷ തരാനാണ് അല്ലാഹു തീരുമാനിക്കുന്നതെങ്കിൽ ഇങ്ങനെ അളന്ന് തൂക്കി കണക്കാക്കി ശിക്ഷിക്കുമ്പോ അല്ലാഹുവിന്റെ നീതി വ്യക്തമാക്കി കൊടുക്കാൻ. ഞാൻ ചെയ്തിട്ടാണല്ലോ, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നതെന്ന ബോധ്യമുണ്ടാക്കാം. മൂന്നാമതൊരു കാര്യമുണ്ട്. കണക്ക് നോക്കുമ്പോഴാണ് മുന്നൊരുക്കുണ്ടാവുള്ളൂ, ശ്രദ്ധ ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കളെ നാം സാധനം മേടിക്കാൻ കൊച്ചുമക്കളെ അങ്ങാടിയിലേക്ക്, കടയിലേക്ക് വിട്ടാല് വാപ്പച്ചി തിരിച്ചു ചെല്ലുമ്പോ കണക്ക് ചോദിക്കുന്ന ബോധ്യം ഉണ്ടാവുമ്പോഴാണ് അവൻ കരുതി ചെലവാക്കുള്ളൂ. വേണ്ട, ഒരു കമ്പനിയിലെ സ്റ്റാഫ്, ജോലിക്കാർ, കണക്കപ്പുള്ളേര്, അവര് നല്ല ശ്രദ്ധയോടുകൂടെ ജോലി ചെയ്യുന്നത് എപ്പോഴാ? മുതലാളി ഒരു ബാംഗ്ലൂർ പോക്ക് പോയി പിന്നെ കുറെ കാലം കഴിഞ്ഞ് മാവേലി നാട് കാണാൻ വരുന്നതായിരിക്കും, കമ്പനിയിൽ കയറി വന്ന ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. എപ്പോഴാ ശ്രദ്ധ ഉണ്ടാവുക? സൂക്ഷ്മം കണക്കാക്കി മുതലാളി നിരീക്ഷിക്കുമെന്ന ബോധ്യം ഉണ്ടാകുമ്പോ പരമാവധി ശ്രദ്ധിക്കും. ഇതുപോലെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി, فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ആരുടെ തട്ടിന് ഭാരമുണ്ടായോ, ആരുടെ നന്മയുടെ തട്ട് ഭാരമായോ, മുൻതൂക്കമുണ്ടായോ, അവൻ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും. ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരമുണ്ടായത്, അവർക്കാണ് സന്തോഷ ജീവിതം കിട്ടുക.
وأما من خفت موازينه فأمه هاوية. ആരുടെ നന്മയുടെ തട്ട് ഭാരരഹിതമായോ, അതിന് മുൻതൂക്കമില്ലാത്ത അവസ്ഥയുണ്ടായോ, ഉമ്മുഹു ഹാവിയ, അവന്റെ കേന്ദ്രം, അവന്റെ അഭയസ്ഥാനം അഗാധഘൃത്തമാണ്. വമാ അദ്റാക മാഹിയ, എന്താ അഗാധഘൃത്തം? ഇത് കിണറല്ല, ഇത് വെള്ളമില്ലാത്ത പൊട്ടക്കുളമല്ല. അഗാധഘൃത്തം എന്നാൽ എന്തെന്നാണ് നബിയെ അങ്ങ് മനസ്സിലാക്കിയത്? നാറുൻ ഹാമിയ, കഠിന ചൂടുള്ള കത്തിയാളുന്ന അഗ്നിയാണ്. ആ അഗ്നി നിറഞ്ഞ ഗർത്തത്തിലാണ് ഈ മനുഷ്യൻ ചെന്ന് പതിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ എന്താ? വഅലം അന്നഹു ലാ യൻജു മിൻ ഖത്രിൽ മീസാൻ. നന്മ തിന്മ നമ്മുടേതൊക്കെ തൂക്കും അല്ലാഹു. തൂക്കുമ്പോൾ അവിടത്തെ അപകടത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത് ആർക്കാണ് മീസാനിന്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത്? അല്ലാഹു തൂക്കുമ്പോൾ സമാധാനത്തോടെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ഏഴം അറിഞ്ഞുകൊള്ളുക മനുഷ്യന്മാരെ, കണ്ണും മനസ്സും തുറന്ന് കേൾക്കുക. അന്നഹു ലാ യൻജു മിൻ ഖത്രിൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന തുലാസിന്റെ രംഗത്ത് ആ വേളയിൽ രക്ഷ കിട്ടുന്നത് ആർക്കാ? ഇല്ലാ മൻ ഹസബ നഫ്സഹു ഫിദ്ദുനിയാ വവസിന ഫീഹാ ബിമീസാനി ശർഈ. ദുനിയാവിൽ തന്നെ സ്വന്തത്തെ വിചാരണ നടത്തി ജീവിക്കുന്നവർ, വവസിനഹാ ബിമീസാനി ശർഈ, ശർഇന്റെ ദീനി നിയമമാകുന്ന തുലാസിൽ വെച്ച് എന്നും തൂക്കി നോക്കുന്നവർ. വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കണക്കൊക്കെ ക്ലിയർ ആക്കാതെ ഉറങ്ങുന്ന കച്ചവടക്കാർ എത്ര പേരുണ്ട് അല്ലേ? ആ കണക്ക് ക്ലിയർ ആയാലേ ഉറക്കം കിട്ടുള്ളൂ അല്ലേ? എന്നാൽ ആഖിറ കച്ചവടത്തിന് വേണ്ടി നടത്തിയ കച്ചവടത്തിന്റെ കണക്ക് നമ്മിൽ എത്ര പേരാ നോക്കിയത്? ഇന്ന് കാലത്ത് സുബഹി നിസ്കരിച്ചു, ജമാഅത്ത് കിട്ടിയോ, ശരി, ടിക്ക്, ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്ലസ് മാർക്ക്. ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് താൻ ചെയ്ത കുറ്റങ്ങളും നന്മകളും ഇങ്ങനെ നോക്കുന്നവർക്ക് അവിടെ ഡേഞ്ചർ ഉണ്ടാവില്ല, അവിടെ അപകടം ഉണ്ടാവില്ല. ഏത് തുലാസ് ബിമീസാനി ശർഇ അഅമാലഹു വഅഖ്വാലഹു വഖതിറാതിഹി വലഹ്ലാതിഹി, വാക്കും പ്രവൃത്തിയും ചിന്തകളും നിമിഷങ്ങളും ഒക്കെ തൂക്കി നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. വിശ്വാസികളെ, നിങ്ങളെ വിചാരണക്കെടുക്കും മുമ്പ്, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ വിചാരണ സ്വയം ചെയ്യണം. വസിനൂഹാ ഖബ്ല അൻ തൂസനു, നിങ്ങളത് തൂക്കി നോക്കണം. ഖബ്ല അൻ തൂസനു, നിങ്ങളുടേത് തൂക്കപ്പെടും മുമ്പ് നിങ്ങൾ എന്നും തൂക്കി നോക്കണം. ചില ആളുകള് അവരുടെ ടൈം ടേബിൾ കമ്പ്യൂട്ടറിലാക്കിയിട്ട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇക്കാര്യം ഒന്ന് കമ്പ്യൂട്ടർ വൽക്കരിച്ച് നോക്ക്, എന്നിട്ട് എല്ലാം അങ്ങോട്ട് സേവ് ചെയ്യ്, എന്നിട്ട് കൂട്ടി കണക്ക് എത്ര KB നന്മണ്ട്, എത്ര GB തിന്മണ്ട് ഒന്ന് നോക്ക്. തമാശ പറയല്ല. വസിനൂഹാ ഖബ്ല അൻ തൂസനു. ഈ രംഗൊക്കെ ഓർത്തിട്ട് നോമ്പ് പിടിക്കണം, ഈ രംഗൊക്കെ ഓർത്തിട്ട് തറാവീഹ് നിസ്കരിക്കണം. എന്നാ 8 ആവുമ്പോ പോവില്ല, 12 ആവുമ്പോ മൂത്രമൊഴിക്കാൻ മുട്ടൂല, അവിടെ നിൽക്കും. 20 നിസ്കരിക്കും, 36 നിസ്കരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. പള്ളിയിൽ അതില്ലല്ലോ, വീട്ടിൽ പോയിട്ട് ആക്കാന്ന് ചിന്തിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ദിവസത്തെ കുറിച്ച് ഓർമ്മ വേണം. നമുക്കെന്ത് ഓർമ്മ? ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസ് കൂടെ കേട്ടോളൂ പ്രിയ സഹോദരാ. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റഅസുഹു ഫീ ഹിജ്രി ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. മദീന പള്ളിയുടെ ചാരത്തുള്ള ഹുജ്റ ആയിഷയിൽ, ആയിഷ ബീവിയുടെ മണിയറയിൽ പുണ്യനബി ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫനഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദിയുടെ മടിത്തട്ടിൽ കിടന്ന പുണ്യനബി ഒന്ന് മയങ്ങാൻ തുടങ്ങി. നബി തങ്ങൾ മടിത്തട്ടിൽ മയങ്ങി കിടന്നപ്പോ മാതൃകാ വനിതയായ സ്ത്രീജനങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതയായ, ലോകത്തിന്റെ വിജ്ഞാന സാഗരത്തിലെ 1/3 കരഗതമാക്കിയവളാണ് എന്റെ പ്രിയപ്പെട്ട ആയിഷ എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആയിഷ ബീവി.
തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അള്ളാന്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ ഖാതിമുൻ നബിയീൻ മടിത്തട്ടിൽ കിടന്ന് മയങ്ങുകയാ. ആ സമയത്ത് ഫദകറത്തിൽ ആഖിറ, മരണാനന്തര ജീവിതം മഹദി ഓർക്കുകയാ. റബ്ബേ, മരിക്കണമല്ലോ, ഖബറിൽ ഒറ്റക്ക് കിടക്കണമല്ലോ, അവിടെ നിന്ന് മഹ്ശറയിലേക്ക് പോകണമല്ലോ, നിന്റെ വിചാരണ നേരിടണമല്ലോ. ഇതൊക്കെ എന്റെ മടിത്തട്ടിൽ കിടക്കുന്ന അള്ളാന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് എമ്പാടും ഞാൻ കേട്ടതാണല്ലോ. പുണ്യനബിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മനസ്സിലൊന്ന് ഓർത്തപ്പോ മഹദി കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് മയക്കത്തിലാ. ആയിഷ ബീവി ആഖിറത്തെ ഓർത്തപ്പോൾ ഫബക്കത്ത് കരയാൻ തുടങ്ങി. ഹത്താ സാല ദംഉഹാ, മനോവേദന കൊണ്ട് മഹദിയുടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. കണ്ണുനീർ ഒഴുകി എന്ന് മാത്രല്ല, തന്റെ മടിത്തട്ടിൽ കിടക്കുന്ന റസൂലിന്റെ കവിളത്തിലേക്ക് ആയിഷ ബീവിയുടെ കണ്ണുനീർ തുള്ളികളിൽ ഒരു കണ്ണുനീർ തുള്ളി മുത്തുനബിയുടെ കവിളിലേക്ക് അങ്ങ് പതിച്ചപ്പോ മുത്തുനബി ഞെട്ടിയുണർന്നു. എന്തിന്റെ കണ്ണുനീരാ? എനിക്ക് വേണ്ട ആഭരണം കിട്ടിയില്ല എന്ന പരിഭവത്തിന്റെ കണ്ണുനീരല്ല, എന്നെ കല്യാണത്തിന് വിടൂലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു കണ്ണുനീരല്ല, തലയണ മന്ത്രത്തിന്റെ സമരമുദ്രാവാക്യത്തിന്റെ സ്ത്രീജനങ്ങളുടെ സമരമാർഗത്തിന്റെ കണ്ണുനീരല്ല. ഏത് കണ്ണുനീരാ? ദക്കറത്തിൽ ആഖിറ ഫബക്കത്ത്, പരലോക ജീവിതം ഓർത്തിട്ടുള്ള കരച്ചില. ഈ കരച്ചിലിന്റെ കണ്ണുനീർ തുള്ളി അള്ളാന്റെ ഹബീബിന്റെ കവിളിലേക്ക് ഇറ്റി വീണപ്പോ ഞെട്ടി ഉണർന്നിട്ട് അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? എന്ത് നിനക്ക് പറ്റി? ഞാൻ നിന്റെ മടിത്തട്ടിൽ വന്ന് കിടന്നപ്പോ നീ ഹാപ്പി ആയിരുന്നല്ലോ, നീ പുഞ്ചിരിക്കുന്നല്ലോ, എന്നോട് തമാശ പറയുകയായിരുന്നല്ലോ ആയിഷ, പെട്ടെന്നെന്തിനാ നീ കരയുന്നത്? ഉടനെ പറഞ്ഞു, അങ്ങയുടെ വിവരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ കിതാബിലെ വിശദീകരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട്, മരണാനന്തര ജീവിതം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതോർത്തപ്പോ ഞാൻ അങ്ങ് അറിയാതെ കരഞ്ഞു. അറിയാതെയാണ് എന്റെ കണ്ണുനീർ അങ്ങയുടെ ശരീരത്തിലേക്ക് ഇറ്റി വീണത്. റസൂലേ, എനിക്കേതായാലും അങ്ങ് ഉണർന്നല്ലോ, ഒന്ന് ചോദിക്കട്ടെ, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, അന്ന് അങ്ങ് എന്നെയൊക്കെ ഓർക്കുമോ? അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അങ്ങയുടെ ഭാര്യമാരെ ഓർക്കുമോ? അങ്ങ് സ്വർഗത്തിന്റെ ചാവി സൂക്ഷിപ്പുകാരനും അത് തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആളല്ലേ? അങ്ങ് ആദം സന്തതികൾക്ക് അന്ന് നേതാവല്ലേ? ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളാകുമ്പോ ഞങ്ങളെ ഓർക്കോ റസൂലേ? എനിക്ക് അതങ്ങോട്ട് കിട്ടിയാൽ മതി, അതറിഞ്ഞാ മതി സമാധാനത്തിന്. എന്താ ചോദ്യം? ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, അവിടെ ഞങ്ങളെയൊക്കെ ഓർമ്മ ഉണ്ടാവോ അങ്ങേക്ക്? ഫഖാല, അള്ളാന്റെ റസൂല് പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും പാഠമാണ്. കൂട്ടുകാരെ, സഹോദരന്മാരെ, ഇക്കാക്കമാരെ, നമുക്ക് വലിയൊരു പാഠമാണത് തരുന്നത്. എന്താ മറുപടി പറഞ്ഞത്? ആഖിറ ഓർത്ത് കരഞ്ഞിട്ട് ആ കരച്ചിലിനിടെ ചോദിച്ചു, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ഞങ്ങളെയൊക്കെ ഓർമ്മ ഉണ്ടാവോ റസൂലേ? അവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? فقال والذي نفسي بيده, ആയിഷ നീ കേൾക്കണം, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവനാരോ? അതേ റബ്ബുൽ ആലമീനെ തന്നെയാണ് സത്യം. ഈ സലാസി മവാത്തിൻ, മൂന്ന് സ്ഥലങ്ങളിൽ, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, മൂന്ന് സ്ഥലങ്ങളിൽ, മൂന്ന് അവസ്ഥകളിൽ, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, ഒരു മനുഷ്യനും സ്വന്തത്തെ അല്ലാതെ ഓർക്കൂല.
ഒരാളും സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും ചിന്തിക്കൂല. അവിടെ ഭാര്യയില്ല, അവിടെ ഉമ്മയില്ല, അവിടെ ബാപ്പയില്ല, അവിടെ മക്കളില്ല. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ഏതാണത്? ഇദാ വുദിഅത്തിൽ മവാസീനു വവസിനത്തിൽ അഅമാൽ. 1, തുലാസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അമലിങ്ങനെ തൂക്കിയിട്ട് തുടങ്ങുമ്പോ ഇതെങ്ങോട്ടാ തൂങ്ങുന്നത് എന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്ത് ആരും ഓർമ്മ ഉണ്ടാകൂല. രണ്ടാമത്തെ സമയം കിതാബ് കിട്ടുന്ന നേരത്ത് തനിക്ക് വലത് കയ്യിൽ കിട്ടുമോ അതോ എന്റെ പിൻവശത്തു കൂടെയാണോ കിട്ടുക, അപ്പോഴും ആരെയും ഓർമ്മ ഉണ്ടാവൂല. പാലം കടക്കാൻ നിൽക്കുമ്പോ സിറാത്ത് പാലത്തിനരികെ അവിടെയും ഒരാളും മറ്റൊരാളെ ഓർക്കൂല ആയിഷ. അപ്പൊ ഒന്നുകൂടെ സങ്കടം കൂടിയെന്ന. ഇതൊക്കെ കേട്ടിട്ട് എനിക്കും നിങ്ങൾക്ക് ഒരു കുലുക്കൂല്ലല്ലോ. പേടിക്കണം കേട്ടോ. ഈമാന് കൽബിലുണ്ടോന്ന് പേടിക്കണം. ഈമാന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ ജീവിതത്തെ കുറിച്ച് ബോധമുണ്ടായാൽ നമ്മുടെ റമദാൻ നന്നാകും, ഇഅ്തികാഫ് നന്നാകും, ഖിയാമുൽ ലൈൽ നന്നാകും, സക്കാത്ത് നന്നാകും, സ്വതക്ക നന്നാകും, എല്ലാം നന്നാകും. അതിനുള്ള അടിത്തറയാണിത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഈ വേളകളിൽ യഥാർത്ഥ വ്രതശുദ്ധിയോടുകൂടെ പിടിച്ചു നിന്ന ഭക്തന് കിട്ടുന്ന അവിടെ കിട്ടുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അടക്കം നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പറയാം. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തരായി മാറാൻ പര്യാപ്തമാകുന്ന റമളാനായി, മുന്നിലുള്ള റമളാൻ